നമ്മുടെ കോളേജുകളിൽ നിന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു നൊബേൽ പ്രൈസ് കിട്ടാൻ നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം? ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നൊരു തീരുമാനമെടുക്കാൻ ഇന്ന് ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതിൽ ഒരാൾക്കെങ്കിലും കഴിയുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. അത്തരമൊരു സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത്തരമൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാമെന്ന് വാക്ക് പറയുമെങ്കിൽ മാത്രമേ ഇത്രയും ആളുകൾ നിരന്നിരുന്ന് ഈ അവാർഡ് എടുത്തു തരുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു A+ നേടിയതിന്, ചെറിയൊരു വിജയം നേടിയതിന്, 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഏറ്റവും മിടുക്കുകൾ മാർക്ക് നേടിയതിന്, +2 ഒരു മാർക്ക് നേടിയതിന് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം അഭിനന്ദിക്കുന്നത് നിങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, ഇനി ജീവിതത്തിൽ നിങ്ങൾ നേടാൻ പോകുന്ന നേട്ടങ്ങൾക്കുള്ള തുടക്കമായിട്ടുള്ളൊരു ആദരവാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണണം, ഇവിടെ ഇരുന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, കേരള സമൂഹത്തിലെ 3.5 കോടി മനുഷ്യന്റെ മനസ്സിലെ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു പ്രതിഭയായി ഞാനൊരു ദിവസം മാറും. അതിന് ഡോക്ടർക്കും എഞ്ചിനീയർക്കും മാത്രമല്ല കഴിയുക, നല്ല നർത്തകന് കഴിയും, നല്ല ഗായികയ്ക്ക് കഴിയും, നല്ലൊരു അത്ലറ്റിന് കഴിയും, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകന് കഴിയും. നൊബേൽ പ്രൈസ് കിട്ടുന്നത് മദർ തെരേസയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഓർമ്മ വേണം. സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന, സമർപ്പിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കും കിട്ടുന്ന ഒന്നാണ് നൊബേൽ പ്രൈസ്. വേണ്ട, നൊബേൽ പ്രൈസ് വിട്ടോളൂ. നിങ്ങളിൽ നല്ലൊരു കലാകാരനുണ്ടോ? നാളെ നിങ്ങൾക്കൊരു നല്ല ചലച്ചിത്രകാരനാകാൻ കഴിയുമോ? ഒരു ഓസ്കാർ അവാർഡ് വാങ്ങിക്കൊണ്ടുവരൂ. വേണ്ട, നിങ്ങൾക്ക് ഇനിയും ശ്രമിച്ചാൽ മികച്ച ഒരു കായിക താരമാകാൻ കരുത്തുള്ള ശരീരം വേണമെന്നില്ല. ഷൂട്ടിങ്ങിൽ ചാമ്പ്യനാകാൻ, ചെസ്സിൽ ലോക ചാമ്പ്യനാകാൻ, ബുദ്ധി കൊണ്ട് കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. അധികം ആയാസമില്ലാതെ മനുഷ്യന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. ഇതിൽ ഒരു ഒളിമ്പിക് മെഡൽ മേടിക്കാൻ കഴിയുമോ? നിങ്ങൾ ഓരോരുത്തരിലും ഓരോ കഴിവുകളാണ് ഉറങ്ങിക്കിടക്കുന്നത്. കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ എന്തെങ്കിലും ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വ്യത്യസ്തമായ മേഖലയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇന്നത്തെ ലോകം വ്യത്യസ്തമായി ഏത് കഴിവിനെയും അംഗീകരിക്കുന്നവരാണ്. ഏത് കഴിവിനെയും ലോകം കൈയടിച്ച് സ്വീകരിക്കും. നമ്മുടെ നാട്ടും പുറത്ത് മാത്രമാണ് ഡോക്ടറെയും എഞ്ചിനീയറെയും മാത്രം കൈയടിച്ച് സ്വീകരിക്കുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ വാസന എന്താണെന്ന് കണ്ടെത്തൂ. ആ വാസനയിലേക്ക്, അതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജീനിയസ് ആയി മാറുന്നതിനെ കുറിച്ച് സ്വപ്നം കാണൂ. ഈ സമൂഹം നിങ്ങൾക്ക് വേണ്ടി ഹാരാർപ്പണം നടത്തുന്ന, കൈയടിക്കുന്ന, മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു ബൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദിവസം ഇന്നു മുതൽ സ്വപ്നം കാണൂ. നിങ്ങൾ ആ സ്വപ്നത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ആ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ, ആ സ്വപ്നത്തെ നിരന്തരം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആ സ്വപ്നങ്ങൾ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും.